ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജസ്ഥാനിൽ ഷഹീദ് പൂനം സിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലഖ്പതി ദീദി പദ്ധതി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീകൾക്ക് വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 45 ലക്ഷം സ്ത്രീകൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പര്യടനത്തോടെ പൂർത്തിയായി. മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെ 36 ദിവസങ്ങളിലായി പര്യടനം പൂർത്തിയാകുമ്പോൾ ധൈര്യമായി മുന്നോട്ടു പോവുക, ജനങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭേദചിന്തയില്ലാതെ കേരളം പുരോഗതി നേടണമെന്ന് ചിന്തിച്ചവർ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലിഫോർണിയയിലെ ന്യൂയാർക്കിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സംഭവം ഇന്ത്യൻ സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. വിഷയത്തിൽ വേഗത്തിലുള്ള അന്വേഷണം നടത്താൻ കോൺസുലേറ്റ് ജനറൽ സമ്മർദ്ദം ചെലുത്തി. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഇന്ത്യക്കെതിരായ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ കണ്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. 2011 263 ചൈനീസ് പൌരന്മാർക്ക് വിസ അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തി കള്ളപ്പണം വെളുപ്പിച്ചതായാണ് കേസ്. നേരത്തെ 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര പാലക്കാട് നഗരസഭയിൽ പര്യടനം നടത്തി. വൈകിട്ട് നടന്ന നഗരസഭയിലെ 2ാമത് സ്വീകരണ പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PM ഉജ്ജ്വല യോജന, ആധാർ സേവന ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചു. രാവിലെ വടക്കന്തറയിലായിരുന്നു യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 141 അടിയായി ഉയർന്നതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ 2ാം ഘട്ട പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വൈകിട്ട് 7 മണിയോടെയാണ് ജലനിരപ്പ് 141 അടിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശത്ത് മഴയില്ലായിരുന്നെങ്കിലും നീരൊഴുക്ക് ഒരേ നിലയിൽ തുടർന്നതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 20 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ 71 കോടി രൂപ അനുവദിച്ചിരുന്നു. KSRTCക്കായി ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയത് 900 കോടി രൂപയാണ്. ഉത്തരാഖണ്ഡ് ഗുരുകുൽ കാൻഗ്രി സർവകലാശാലയിലെ വേദവിജ്ഞാന സംസ്കൃതി മഹാകുംഭ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രനിർമ്മാണത്തിലും ആഗോള സ്ഥിരതയിലും വേദങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേദജ്ഞാനം പ്രചരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉപരാഷ്ട്രപതി സംസാരിച്ചു. ശബരിമല മണ്ഡലപൂജയ്ക്കായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം. മുട്ടത്തുകോണം SNDP മന്ദിരത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര തുടരുന്നു. ആദ്യ ദിനമായ ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് രാത്രി വിശ്രമിക്കുക. ഘോഷയാത്ര കടന്നുപോകുന്ന 69 സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി മറ്റന്നാൾ ഉച്ചയ്ക്ക് മുൻപ് പമ്പയിലെത്തും. അന്ന് വൈകിട്ട് 6:30 തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 ഉച്ചയ്ക്ക് തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. ക്രിസ്മസ് അവധിയും മണ്ഡലപൂജയും വരുന്നതിനാൽ സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ പോലീസ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ പിടിച്ചിടുന്നുണ്ട്. അരമണിക്കൂറിൽ 10 വാഹനങ്ങൾ എന്ന ക്രമത്തിലാണ് കടത്തിവിടുന്നത്. ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ സ്പെഷ്യൽ സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിവരുന്നത്. സംസ്ഥാന വ്യാപകമായി 2583 പരിശോധനകൾ പൂർത്തിയാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 52 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. ഡിജി യാത്രയുടെ സൌകര്യം 91 ലക്ഷത്തിലധികം യാത്രക്കാർ ഈ വർഷം പ്രയോജനപ്പെടുത്തിയതായി വ്യോമയാന മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ ആരംഭിച്ച ഡിജി യാത്രാ സൌകര്യം നിലവിൽ രാജ്യത്തെ 13 വിമാനത്താവളങ്ങളിൽ ലഭ്യമാണ്. മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് എയർപോർട്ടുകളിൽ ഡിജി യാത്രാ പദ്ധതി നടപ്പാക്കുന്നത്. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഗോവ മത്സരം കൊൽക്കത്തയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് 3ാം ദിനം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയ്ക്ക് വേണ്ടി സ്നേഹ റാണ, ഹർമൻപ്രീത് കൌർ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് 46 റൺസിന്റെ ലീഡുണ്ട്.
ഈ ആഴ്ച ആദ്യം വടക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 148ആയി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഗ്വാങ്ഷു പ്രവിശ്യയിൽ 117 പേരാണ് മരിച്ചത്. ഈ മേഖലയിൽ 9 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഭൂചലനമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.